നമ്മൾ രാവിലെ കെട്ടി ഒരുങ്ങി എവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ മണ്ടയ്ക്കാട് പോവുകയാണേ. അവിടെ കൊടിയേറ്റമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം കൊടയെന്നാണ് പറയുന്നത്. അവിടെ മണ്ടയ്ക്കാടെന്ന് പറയുമ്പോൾ ഇതുമല്ല വിശേഷം, മീൻ വിഭവങ്ങൾ വെച്ച് കഴിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ. അപ്പം ആ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് വ്ളോഗിൽ കാണിക്കുന്നതാണ്. അപ്പം പോയിട്ട് വരാം. നേരം വെളുത്തിട്ടില്ല, സമയം 6:20. നേരം വരവര വെളുത്ത് വരുന്നതേ ഉള്ളൂ ഇവിടെ കേട്ടോ. നല്ല മഞ്ഞൊക്കെ അടിച്ച് നല്ല ക്ലൈമറ്റ് നോക്കി. അങ്ങനെ ഞങ്ങൾ മണ്ടയ്ക്കാട് എത്തിയിട്ടുണ്ട്. വണ്ടി ഇച്ചിരി ദൂരെ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നേരെ മണ്ടയ്ക്കാടോട് നടക്കും. അവനെ കൂടെ ഒന്ന് കാണിക്കണം. ഇവനെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവനെ പൊക്കമില്ലാത്ത നമ്മൾ എടുത്ത് കാണിക്കുക. മാർച്ച് 1-നാണ് കൊടിയേറിയത്. മാർച്ച് 1 മുതൽ 10 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ചൊവ്വാഴ്ചയാണ് കൊടമഹോത്സവം. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ എങ്ങനെ കയറി തൊഴും എന്നുള്ള ആശങ്കയിലായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹിയായ ജിതേഷ് ചേട്ടനെ എനിക്ക് ഓർമ്മ വന്നത്. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ടയ്ക്കാട് എന്താവശ്യമുണ്ടെങ്കിലും വരുമ്പോൾ വിളിക്കാൻ. അങ്ങനെ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഒരു സ്റ്റാഫ് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി കേട്ടോ തൊഴാനായിട്ട്. സത്യത്തിൽ ഞങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി മാറി കേട്ടോ. നല്ല പോലെ ദേവിയുടെ മുന്നിൽ വന്ന് നിന്ന് തൊഴാൻ സാധിച്ചു. അപ്പോഴാണ് ക്ഷേത്രത്തിനകത്ത് നിന്ന് മെയിൻ പോറ്റി വന്ന് ഞങ്ങൾക്ക് ഒരു വലിയ നാരങ്ങാഹാരം പ്രസാദമായി കൊണ്ടുവന്നു കേട്ടോ. കുടം എടുത്തിട്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലെ കാവടി എടുക്കുന്ന പോലെ കുടം തലയിൽ ചുമടിലേറ്റി ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളും അമ്മമാരും അതുപോലെ തന്നെ പ്രായമുള്ളവരെല്ലാം ഈ ഒരു നേർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ആചാരമാണിത്. ക്ഷേത്രത്തിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം മീനൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഒരു പറമ്പുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പറമ്പ് ഒന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ വന്നിരുന്ന് അത് പാകം ചെയ്ത് കഴിച്ചിട്ട് പോകണമെന്നാണ് ഇവിടുത്തെ ശാസ്ത്രം. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേന് ഭയങ്കരമായിട്ടൊരു പാചകം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. എത്ര പേർക്കുള്ളതാണ്? എത്ര ആൾക്ക് ഇത് സാപ്പിടുന്നത്? 30 പേര്. 35 പേര്. ഒരു 35 പേർക്കുള്ള ഫുഡാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പേരെന്താ? അനില എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പൊ കറി എന്തൊക്കെയാ നിങ്ങൾ തയ്യാറാക്കുന്നത്? കറി മീനുണ്ട്, ചിക്കൻ ഉണ്ട്, സാമ്പാറ്, കപ്പയും മീനും ചിക്കനും എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. അത് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കും. ഓക്കെ.